ജീവിതത്തിൽ നിങ്ങൾ ചാണക്യന്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. വിവാഹശേഷം നിങ്ങളുടെ ഭാര്യയിൽ ഈ മാറ്റങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നരക തുല്യമെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ ഒന്നാമതായി പറയുന്ന കാര്യം സ്ത്രീകളിലെ അത്യാഗ്രഹ സ്വഭാവത്തെ കുറിച്ചാണ്. സ്ത്രീ അത്യാഗ്രഹിയാണെങ്കിൽ വീട് ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. സ്ത്രീയുടെ അത്യാഗ്രഹ സ്വഭാവം ഭർത്താവിനും കുടുംബത്തിനും സമാധാനക്കേട് അനുഭവിക്കേണ്ടി വരുമെന്നും ദാമ്പത്യ ജീവിതം നരക തുല്യമാകുമെന്നുമാണ് ചാണക്യന്റെ നിഗമനം. ഒരു കാരണവശാലും ഇവർക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിയില്ല. അത്യാഗ്രഹം ഉപേക്ഷിച്ച് ഒരു കുടുംബത്തെ ശാന്തിയിലൂടെ മുന്നോട്ട് നയിക്കാനുള്ള ചുമതല ഒരു സ്ത്രീക്കുണ്ടെന്നും സ്ത്രീക്ക് അതിന് കഴിഞ്ഞാൽ അവിടെ സ്വർഗതുല്യമാകുമെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യൻ രണ്ടാമതായി പറയുന്നത് ചില സ്ത്രീകളിലെ മോശമായ ശീലത്തെക്കുറിച്ചാണ്. ചില സ്ത്രീകൾക്ക് വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് കുശുകുശുക്കുന്ന സ്വഭാവവും ചെറിയ കാര്യങ്ങൾ വലുതാക്കി പറയുന്ന ശീലവുമുണ്ട്. ഇത്തരം ഗുണങ്ങളുള്ള സ്ത്രീകൾ പരദൂഷണം പറഞ്ഞു പരത്തുകയും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെ സൂക്ഷിക്കണമെന്നും ഇത്തരക്കാരുടെ മോശമായ സ്വഭാവം മുളയിലേ നുള്ളണമെന്നും അല്ലെങ്കിൽ അത് വളർന്നു വലുതായാൽ വീട്ടിൽ അശാന്തി സൃഷ്ടിക്കുമെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ഇത്തരക്കാരുടെ കുടുംബജീവിതം നരകമാകുമെന്നാണ്. ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകളെ ആരും വിശ്വസിക്കില്ലെന്നും അത്തരം ശീലമുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ജീവിതം നരകമാക്കുമെന്നും പറയുന്നു. ഇവർക്കു ജനിക്കുന്ന സന്താനങ്ങൾക്ക് പോലും ഈ ഗുണം കാരണം അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരും. കുടുംബത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ഐശ്വര്യമില്ലാതാക്കാനും വരെ ഇവരുടെ സ്വഭാവം കാരണമാകുന്നു. അതുകൊണ്ട് എപ്പോഴും ഭാര്യ ഭർത്തൃബന്ധം ആനന്ദത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സ്വഭാവം ഉപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ കുടുംബജീവിതം നരക തുല്യമാകുമെന്നും ചാണക്യനീതിയിൽ പറയുന്നു. ചാണക്യൻ നാലാമതായി പറയുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഭാര്യമാരെ കുറിച്ചാണ്. അത്തരം സ്ത്രീകൾ തന്നെക്കുറിച്ചു മാത്രം ചിന്തിക്കുകയും പണത്തിനായി ഭർത്താവിനെ ഉപദ്രവിക്കുകയും ചെയ്യും. ഇത്തരം സ്ത്രീകൾക്ക് അവരുടെ കാര്യം നടന്നു കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ മനസമാധാനക്കേട് ഉണ്ടാക്കി വയ്ക്കുകയും ബന്ധം തന്നെ വഷളാകാൻ ഇതു കാരണമാകുകയും ചെയ്യുന്നു. ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് വിഡ്ഢിയായ ഭാര്യയെ കുറിച്ചാണ്. ഭർത്താവ് ജ്ഞാനിയും ഭാര്യ വിഡ്ഢിയുമാണെങ്കിൽ അവൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുമെന്ന് ചാണക്യൻ വിശദീകരിക്കുന്നു. സമൂഹത്തിൽ ഭർത്താവിനുള്ള വില പോലും അവർക്ക് സ്വന്തം വീട്ടിൽ ഉള്ളവരിൽ നിന്നും ലഭിക്കില്ല. ഭർത്താവിനെ ദൈവതുല്യമായി കാണുന്ന സ്ത്രീകൾ നല്ല സന്താനങ്ങൾക്ക് ജന്മം നൽകുമെന്നും ആ വീട് സമ്പന്നതയിൽ എത്തിപ്പെടുമെന്നും ചാണക്യൻ വിശദീകരിക്കുന്നു. അത്തരം സ്ത്രീകളുള്ള ഭവനത്തിൽ പണത്തിനും ഐശ്വര്യത്തിനും ഒരിക്കലും ഒരു കുറവും ഉണ്ടാകില്ലെന്നും ഇവരുടെ ഭാവി ജീവിതം സ്വർഗതുല്യമാകുമെന്നും ചാണക്യനീതിയിൽ പറയുന്നു. വിഡ്ഢികളായ ആളുകൾ ജ്ഞാനികളോട് തർക്കിക്കുന്നു. പ്രബുദ്ധമായ കാര്യങ്ങൾ കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ എപ്പോഴും അവരവർക്ക് യോജിച്ച ബന്ധം തിരഞ്ഞെടുക്കണമെന്നും അല്ലെങ്കിൽ ഇത്തരം കുഴപ്പങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്നും ചാണക്യനീതിയിൽ ചാണക്യൻ പറയുന്നു. ആദ്യം ചിന്തിക്കേണ്ട കാര്യം പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.